കണ്ണൂരിൽ മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചു എന്ന കുറ്റം ചുമത്തി ജയിലിലടച്ച കെഎസ്യു നേതാക്കളുടെ ജാമ്യ ഹർജി കോടതി തള്ളി. കണ്ണൂർ സിജെഎം കോടതി 2 ആണ് ഹർജി തള്ളിയത്. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ റിമാൻഡിലുള്ള കെഎസ്യു പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയാണ് കണ്ണൂർ സിജെഎം കോടതി 2 തള്ളിയത്. പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു. പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പോലീസും കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. പ്രതികളെ 5-ാം തീയതി കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് കണ്ണൂർ റെയിൽവേ പോലീസ് കോടതിയിൽ ഹർജി നൽകിയത്. ആറ്റുകാൽ പൊങ്കാല ഡ്യൂട്ടി ആയതിനാലാണ് 5-ാം തീയതിയിലേക്ക് കസ്റ്റഡി വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടത്. റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായത് കരിങ്കൊടി പ്രതിഷേധം മാത്രമാണെന്ന് കോടതിയിൽ പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ER വിനോദ് വാദിച്ചിരുന്നു. ഒരു തരത്തിലുള്ള അക്രമവും മന്ത്രിക്ക് നേരെ ഉണ്ടായിട്ടില്ല, ആയുധം ഉപയോഗിച്ചിട്ടില്ല, ലഭ്യമായ ദൃശ്യങ്ങളൊക്കെ ഇതിന് തെളിവാണെന്നും അഡ്വക്കേറ്റ് ER വിനോദ് വാദിച്ചിരുന്നു. ആയുധം ഉപയോഗിച്ചു എന്ന് FIRൽ പറയുന്നുണ്ടെങ്കിലും ഏതാണ് ആ ആയുധം എന്ന് തെളിയിക്കാനോ കണ്ടെടുക്കാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. പോലീസ് വലയത്തിലായിരുന്നു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നത്. മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ മാധ്യമങ്ങളിലടക്കം മന്ത്രി ഇന്റർവ്യൂ നൽകുന്നുണ്ട്. ചെറിയ ആയുധം ഉപയോഗിച്ചാകാം ആക്രമണമെന്നും ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ടെന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം. ഇതിനായി പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, VV അക്ഷയ്, CH മുബാസ്, വിദുൽ ബാലൻ, അഹമ്മദ് യാസിൽ എന്നിവരാണ് ഒരാഴ്ചയായി ജയിലിൽ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.